വാം വെൽക്കം എവരി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ ഞാൻ കവർ ചെയ്തിരിക്കുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നെറ്റ്വർക്ക് തിയറി പേപ്പറിൻ്റെ മോഡ്യൂൾ 2-ൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. അതിൽ പാർട്ട് എയിൽ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകും. ഫസ്റ്റ് സ്റ്റേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നുള്ളതാണ്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലേക്ക് പോകാം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് തെവനിൻസ് തിയറത്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. റൈറ്റ്, ഈ തെവനിൻസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്യുമ്പോൾ 100% ഷുവറാണ്. റൈറ്റ്, 100% ഷുവറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ തെവനിൻസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡ്യൂൾ 2-നെ റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾ പ്രോപ്പർലി ഈ തെവനിൻസ് തിയറം പഠിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം 95% ഓഫ് ദി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലെയും വർക്കൗട്ട് ചെയ്ത് പോയിരിക്കുന്നത് തെവനിൻസ് തിയറം വെച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഞാൻ ഒരു വോൾട്ടേജ് സോഴ്സ് ഈ ഫോമിൽ മാർക്ക് ചെയ്തു, അതിനെ തെവനിൻ വോൾട്ടേജ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. സോ ഈ തെവനിൻ വോൾട്ടേജിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്ത് വരുന്ന റെസിസ്റ്റൻസ് തെവനിൻ റെസിസ്റ്റൻസ് RTH ആണെന്നും അസ്യൂം ചെയ്യുക. സോ ഇവിടെ ഞാൻ ലോഡ് സൈഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യേണ്ട ഇമ്പിഡൻസ്, അതിനെക്കുറിച്ചാണ് ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സ്റ്റേറ്റ് ചെയ്ത് പോകുന്നത്. അത് RL = R തെവനിൻ ആകുന്നുണ്ടെങ്കിലാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നത്. റൈറ്റ്, സോ വെനെവർ RL = R തെവനിൻ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കേസ്. ഇത് കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളിലേക്ക് വരുമ്പം ഇവിടെ R തെവനിന് പകരം R+jx ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാം. R+jx. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കണം. കോംപ്ലക്സ് കേസുകൾ വരുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് വരണം. സോ R+jx ആണെങ്കിൽ അത് R-jx ആയിട്ടായിരിക്കണം നമ്മുടെ ലോഡ് സൈഡിലെ ഇമ്പിഡൻസ് വരേണ്ടത്. സോ ലോഡ് സൈഡിലെ ഇമ്പിഡൻസ് ഈ പറഞ്ഞ നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് ടേം കൊണ്ടുവന്ന് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുകയും ചെയ്യും. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ വഴി നമുക്ക് ഒക്കർ ചെയ്യുന്ന മാക്സിമം പവർ എത്രയാണെന്നും കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പോഴും ഇതേ കണക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ ഫോമിൽ നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കേസ് വെൻ ലോഡ് ഇമ്പിഡൻസ് ഈക്വൽ ടു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സോഴ്സ് ഇമ്പിഡൻസ്. സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒക്കേസ് വെൻ ലോഡ് ഇമ്പിഡൻസ് ഈക്വൽ ടു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സോഴ്സ് ഇമ്പിഡൻസ്. നെക്സ്റ്റ് നമുക്കിതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന മാക്സിമം പവർ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. മാക്സിമം പവർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സർക്യൂട്ടിലൂടെ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാം. സോ IL, ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IL ആണ്. IL = തെവനിൻ വോൾട്ടേജ് VTH. റൈറ്റ്, അവിടുത്തെ വോൾട്ടേജ് തെവനിൻ വോൾട്ടേജ് ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് R തെവനിൻ ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് R+jx പ്ലസ് R-jx ആയിട്ടാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിതിനെ RTH + RL ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ഈ ഫാക്ടർ RTHും സിമിലർലി ഇത് RLും. RTH = RL ആകുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് രണ്ടും സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് VTH = 2 × RTH ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ഇപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. പവർ അല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് = കറണ്ട് സ്ക്വയർ IL² × R തെവനിൻ. ILന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IL = VTH/2 RTH² × RTH. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V²TH/2² 4 × RTH. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ഇൻ എ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ V² Thevenin/4 R തെവനിൻ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഇവാലുവേറ്റ് ദ നോർട്ടൺസ് ഇക്വലന്റ് കറണ്ട് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് എന്നാണ്. സോ ഈ സർക്യൂട്ട് ഞാൻ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. സോ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ചുകൊണ്ട് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ടാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ടിൽ നമുക്ക് അറിയാം എപ്പോഴും ആ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് മാറ്റുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസിലേക്കാണ് നോർട്ടൺസ് തിയറം കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. ആ കറണ്ട് സോഴ്സിനെയാണ് നോർട്ടൺസ് കറണ്ട് എന്നും ആ റെസിസ്റ്റൻസിനെയാണ് നോർട്ടൺസ് റെസിസ്റ്റൻസ് ആയിട്ടും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സേ തന്നെ ഇല്ല. ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇവിടെ നോർട്ടൺസ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. റൈറ്റ്, കാരണം ഇവിടെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഒന്നുമില്ല, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബട്ട് നോർട്ടൺ റെസിസ്റ്റൻസ് സം ഫൈനൈറ്റ് വാല്യൂ എന്തായാലും കാണും. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം.
ഇവിടെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നും തന്നെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പോർഷനിൽ ഞാനൊരു 1 ആംപിയർ ടെസ്റ്റ് കറണ്ട് സോഴ്സ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ്. സോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഒന്നും ഇല്ലാതെ വരുന്ന ടൈമിൽ നമ്മൾ നോർട്ടൺസ് റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിലേക്കാണ് ഞാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ടെസ്റ്റ് 1 ആംപിയർ കറണ്ട് സോഴ്സ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. നോർട്ടൺ റെസിസ്റ്റൻസ് നമുക്കറിയാം, ഈ പോയിന്റിന് എക്രോസ് വരുന്ന റെസിസ്റ്റൻസ് ആണ് നോർട്ടൺ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ കറണ്ട് 1 ആംപിയർ ആയിട്ട് എടുക്കുകയാണ്. അപ്പം ഈ ഒരു ടെർമിനൽ അല്ലെങ്കിൽ ഈ ന്യൂമറേറ്ററിൽ വരുന്ന വോൾട്ടേജ്, അതായത് ഈ പോയിന്റിന് എക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നോർട്ടൺ റെസിസ്റ്റൻസ് നമുക്ക് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. ഈ ഒരു പ്രിൻസിപ്പിളിലാണ് ഞാനിത് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഞാനിവിടെ ഇവിടെ നോഡ് ഇക്വേഷൻസ് എഴുതുകയാണ്. ഈ നോഡിൻ്റെ ഇക്വേഷൻ എഴുതാം. സോ V/1 ഈ ആമിലുള്ളത് എടുത്തു. നെക്സ്റ്റ് ഈ പോർഷനിലുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. V - 2i, റൈറ്റ്, V - 2i. ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് V, ഇവിടുത്തെ വോൾട്ടേജ് V - 2i/5. ബട്ട് I എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. I ഇവിടെ കൂടെ പോകുന്ന കറണ്ടായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കറണ്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ +1 കൊണ്ടുവന്ന് മാർക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ +2 ആയിട്ട് മാറി, റൈറ്റ്. ഇനി ഈക്വൽ ടു 1 ആംപിയർ കറണ്ട് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിച്ചിട്ട് 1 ആംപിയർ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1 + 1/5 ഈക്വൽ ടു 1 - 2/5. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ V = 1/2 എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. V = 1/2 ആണെങ്കിൽ നോർട്ടൺസ് റെസിസ്റ്റൻസും 1/2 ആയിരിക്കും. കാരണം ഇവിടെ ഇപ്പോൾ V 1/2 എന്ന് തോന്നുന്നു. 1/2 ഡിവൈഡഡ് ബൈ 1 ആംപിയർ ടെസ്റ്റ് സോഴ്സ് ആണ് കൊടുത്തിരുന്നത്. സോ അതുകൊണ്ട് 1/2 ഓം എന്ന് നോർട്ടൺ റെസിസ്റ്റൻസ് തോന്നുന്നു. സോ നോർട്ടൺസ് കറണ്ട് = 0 ആംപിയർ ആൻഡ് നോർട്ടൺസ് റെസിസ്റ്റൻസ് = 1/2 ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ കറണ്ട് IY ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ കറണ്ട് IY ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. സോ ഞാനിത് ബോർഡിലേക്ക് റീഡ്രോ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, 3 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആണുള്ളത്. 120 വോൾട്ട്, 12 ആംപിയർ ആൻഡ് 40 വോൾട്ട്. സോ സൂപ്പർ പൊസിഷൻ തിയറത്തിൽ ഒരു സോഴ്സ് മാത്രം അറ്റ് എ ടൈമിൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഈ പറയുന്ന ആക്ടിവേറ്റ് ചെയ്യുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് 120 വോൾട്ട് സോഴ്സ് ആക്ടിവേറ്റഡ് ആക്കും, 12 ആംപിയർ ആക്ടിവേറ്റഡ് ആക്കും, 40 വോൾട്ട് ആക്ടിവേറ്റഡ് ആക്കും. അല്ലാതെ 10y നമ്മൾ ആക്ടിവേറ്റ് ചെയ്തല്ല വർക്കൗട്ട് ചെയ്യുന്നതിന്. കാരണം അത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ടാണ്. സോ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ഭാഗത്തിലേക്ക് പോവാം. ആദ്യം ഞാൻ 120 വോൾട്ട് സോഴ്സ് ആക്ടിവേറ്റ് ചെയ്യണം. അതിൻ്റെ ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. സോ 4 ഓം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 120 വോൾട്ട് ഉണ്ട്. ഈ 120 വോൾട്ടിൽ നിന്ന് വരുന്ന കറണ്ടാണ് IY ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 12 ആംപിയർ വരുന്ന ആം ഇല്ലാതായിട്ടുണ്ട്. ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, അതിനെ ഡിസ്ട്രോയ് ചെയ്തു. നെക്സ്റ്റ് 10 IY അതുപോലെ തന്നെ ഇവിടെ കാണും, 10 IY. നെക്സ്റ്റ് 8 ഓം ആൻഡ് ഫൈനലി സർക്യൂട്ട് ക്ലോസ് ചെയ്യാം, റൈറ്റ്. ഇനി ഇവിടുത്തെ ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താം. തന്നിരിക്കുന്ന വോൾട്ടേജ് സോഴ്സും കറണ്ടും ഒരേ ഡയറക്ഷനാണ്. സോ 120 = 4 × IY + 10 × IY + 8 IY. സോ ഇത് സോൾവ് ചെയ്യുമ്പം IY = 120 ഡിവൈഡഡ് ബൈ 22. സോ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 5.454 ആംബിയേഴ്സ് ആയിട്ടാണ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തത്, റൈറ്റ്. നെക്സ്റ്റ് 12 ആംപിയർ സോഴ്സ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യാണ്. ബാലൻസ് ഉള്ളതെല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യാണ്. 120 വോൾട്ട് സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഞാനത് ഷോർട്ട് സർക്യൂട്ട് ആക്കി. സോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു 4 ഓം വന്നു. ആ 12 ആംപിയർ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ കൂടെ ഫ്ലോ ചെയ്തിരുന്ന കറണ്ടാണ് IY, റൈറ്റ്. സോ സർക്യൂട്ട് ഇതേ കണക്ക് വന്നു. നെക്സ്റ്റ് എഗെയിൻ ആ 10 IY ഉണ്ട്. കാരണം ഇവിടെ കൂടെ IY ഇപ്പോഴും ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ 10 IY ഡെഫിനറ്റ്ലി ഈ സർക്യൂട്ടിൽ വരും. 10 IY. നെക്സ്റ്റ് 8 ഓം ആൻഡ് എഗെയിൻ സർക്യൂട്ട് ക്ലോസ് ചെയ്തു. 40 വോൾട്ട് സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് നോഡ് അനാലിസിസ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ നോഡ് ഇക്വേഷൻ എഴുതുകയാണ്. V/4 പ്ലസ് V - 10 IY ബൈ V - 10 IY ബൈ 8.
12 ആംപിയർ കറണ്ട് സോഴ്സ് ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ 12 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി IYയും വിയും തമ്മിൽ ഒരു റിലേഷൻ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. സോ അതെന്ന് പറയുന്നത് വേറൊന്നുമില്ല, വി എന്ന് പറയുന്നത് ഇതിനും അക്രോസ് വരുന്ന വോൾട്ടേജുമാണ്. സോ V = -4IY. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ -4IY / 4 പ്ലസ് -4IY -10IY / 8 = 12. സോ അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് IY = -4.36 ആംബിയേഴ്സ് ആയിട്ടാണ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. സോ ഇനി ഇതിൻ്റെ ലാസ്റ്റ് കേസും കൂടെയാണ്. ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, 40 വോൾട്ട് സോഴ്സ് മാത്രം ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. സോ 40 വോൾട്ട് സോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫിഗർ ഞാൻ വരയ്ക്കുമ്പോൾ 120 വോൾട്ട് സോഴ്സ് ഈ പോർഷൻ ഇതുപോലെ തന്നെ വന്നു. 4 ഓം ഇവിടെ ഷോർട്ട് വന്നു. ഇവിടെ കൂടെ പോകുന്ന കറണ്ട് IY ആണ്. നെക്സ്റ്റ് 10IY ഇവിടെ അതുപോലെ തന്നെ വന്നു, കാരണം IY ഇപ്പോഴും ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ 10IY, അത് കഴിഞ്ഞ് ഒരു 8 ഓം, അത് കഴിഞ്ഞ് 40 വോൾട്ട്. ലൂപ്പിക്കേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ കൂടെ പോകുന്ന കറണ്ട് IY ആയിട്ടാണ് തന്നിരിക്കുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഫോമിലാണ് ഇതിനകത്ത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലസ് നെഗറ്റീവ് ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും പ്ലസ് നെഗറ്റീവ്, റൈറ്റ്. സോ ഇനി ഈ ലൂപ്പിക്കേഷൻ എഴുതാം. 4IY പ്ലസ് 10IY പ്ലസ് 8IY, എഗെയിൻ ഇവിടെയും പ്ലസ് നെഗറ്റീവാണ്. സോ പ്ലസ് 40 = 0. സോ ഇത് സോൾവ് ചെയ്യുമ്പം IY = -40/22. സോ അത് -1.818 ആംപിയർ ആയിട്ട് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തു. -1.818 സോ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചുകൊണ്ടുള്ള നെറ്റ് കറണ്ട് നമുക്ക് അപ്പം ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കിട്ടിയിരിക്കുന്ന 5.454, നെക്സ്റ്റ് കിട്ടിയ -4.36, നെക്സ്റ്റ് കിട്ടിയ -1.818 സമ്മേഷൻസ് ആണ്. സോ ആ 3 കറണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തത് -0.73 ആംബിയർ ആയിട്ട് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തു. -0.73 ആംബിയർ, അത് IYയുടെ ഡയറക്ഷൻ ഈ തന്നിരുന്ന അതേ ഡയറക്ഷനിൽ ചെയ്യുന്നതുകൊണ്ട് -0.73 ആംബിയർ ഈ 3 കറണ്ടിൻ്റെയും സമ്മപ്പായിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് എഗെയിൻ 7 മാർക്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് അക്രോസ് ദ പോർട്ട് AB എന്നുള്ളതാണ്. സോ എയും ബിയും ഈ പോയിന്റ്സ് ആയിട്ടാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് റീഡ്രോ ചെയ്യുമ്പോൾ ഇത് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. സോ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം. സോ ഈ ഫിഗർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിലെ ഈ ഒരു പോർഷൻ, റൈറ്റ്, ഈ വരുന്ന ഒരു പോർഷനെ ഒന്ന് ഇങ്ങനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്, ഈ ഫോമിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഫിഗർ ഇവിടെ തന്നെ റീഡ്രോ ചെയ്യുകയാണ്. അതായത് 5 ഓം വരുന്ന ഈ ആം ലോവറായിട്ടിരിക്കുന്നത് അപ്പറാക്കി മുകളിലോട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണ്. സോ അത് ഞാൻ റീഡ്രോ ചെയ്യുകയാണ്. സോ ഞാൻ ഫിഗർ ഈ രീതിയിൽ റീഡ്രോ ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്ന ഫൈൻഡ് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ടാണ്. നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി AB പോയിന്റ്സ് ഷോർട്ട് ചെയ്യുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ സർക്യൂട്ട് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് ആക്ച്വലി അവർ ലൂപ്പിക്കേഷൻസ് വഴി എഴുതി പോകാനായിരിക്കാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വളരെ എളുപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. ഈ ഭാഗത്ത് ഞാൻ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യാണ്. സിമിലർലി ഈ ആമിൽ ഞാൻ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യാണ്. സോ ഇവിടുത്തെ വോൾട്ടേജിനെ ഞാൻ VTH1 RTH1 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സിമിലർലി ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജും VTH2ഉം RTH2 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ VTH1 എന്ന് പറയുന്നത് ഈ പോയിന്റിനും അക്രോസ് വരുന്ന വോൾട്ടേജാണ്. നമുക്കൊന്ന് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. VTH1 = 10. അത് 10∠0 ആയതുകൊണ്ട് തന്നെ അത് അഗെയിൻ DC എഫക്റ്റ് ആണ് വരുന്നത്. 10 ഇൻറ്റു ഈ ആമില വോൾട്ടേജ് ആണ്. സോ 10 × J2, ഇത് രണ്ടും സീരീസ് ആയിട്ടാണുള്ളത്. 10 × J2 ഡിവൈഡഡ് ബൈ 5 + J2. സിമിലർലി RTH1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ 5 പാരലൽ J2 ആയിട്ട് ഇത് മാറി, റൈറ്റ്. സിമിലർലി നമുക്ക് സെക്കൻഡ് ഹാഫിൽ വർക്കൗട്ട് ചെയ്യാം. സെക്കൻഡ് ഹാഫിൽ VTH2 = 5 × -J. 5 × -J, അതായത് ഇവിടുത്തെ ഇമ്പിഡൻസ് 5 × ടോട്ടൽ വോൾട്ടേജ് 5 × ഇവിടുത്തെ ഇമ്പിഡൻസ് -J ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് 4 - J, റൈറ്റ്, 4 - J. സിമിലർലി RTH2 = ഈ പോയിന്റിന് ഫീൽ ചെയ്യപ്പെടുന്ന ഇമ്പിഡൻസ് ആണ്, അതായത് 4 പാരലൽ -J. ഈ വോൾട്ടേജ് സോഴ്സിനെ അഗെയിൻ കില്ല് ചെയ്യുക,
സോ 4 പാരലൽ മൈനസ് ജെ. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ഫിഗർ റീഡ്രോ ചെയ്യുകയാണ്. ഫിഗറിൽ ആദ്യം എനിക്കിവിടെ വരുന്ന വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 20J, റൈറ്റ്, ഇത് 20J ബൈ 5 പ്ലസ് J2. നെക്സ്റ്റ് റെസിസ്റ്റൻസ്, അതായത് 5 പാരലൽ J2. നെക്സ്റ്റ് എഗെയിൻ അടുത്ത റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന AB പോയിൻറ്റ്സ് വരുന്നത്. സോ ആ റെസിസ്റ്റൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 4 പാരലൽ മൈനസ് ജെ. നെക്സ്റ്റ് VTH2. VTH2 എനിക്ക് വന്നത് -5J ബൈ 4 - J. സോ നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വെച്ച് നോർട്ടൺസ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന കറണ്ടാണ്. അതിനോടൊപ്പം നമുക്ക് ഈ തന്നിരുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഫ്ലിപ്പ് ചെയ്യുന്നതോടെ ഇനിഷ്യലി ക്വസ്റ്റിന് തന്നിരുന്ന ഡൗൺവേഡ് ആയിരുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നതോടുകൂടി ഇത് അപ്വേഡ് ആണ്. എഗെയിൻ ഈ കറണ്ട് അപ്വേഡ് ആയിട്ടാണ് ആരോ ഡയറക്ഷൻ ആ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയും ഇതേ കണക്ക് തന്നെയാണ് ആ കറണ്ടിൻ്റെ ഡയറക്ഷൻസ് വരുന്നത്. സോ ഇനി നമുക്ക് എഴുതാം I നോട്ടൺ ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ വോൾട്ടേജ് നോക്കുമ്പം ഈ രീതിയിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള കറണ്ടാണ് പോകുന്നത്. സോ 20J ബൈ 5 പ്ലസ് J2 മൈനസ് 5J. സോ ഇത് പ്ലസ് ആയിട്ട് മാറി 5J ബൈ 4 - J. അത് മൈനസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഫോമിൽ വന്നു. അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നിന്നുള്ള കറണ്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 5 പാരലൽ J2 പ്ലസ് 4 പാരലൽ മൈനസ് ജെ. സോ 5 പാരലൽ J2 പ്ലസ് 4 പാരലൽ മൈനസ് ജെ. സോ ഇത് വർക്കൗട്ട് ചെയ്യുമ്പം എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തത് നോർട്ടൺസ് കറണ്ട് ഈക്വൽ ടു 3.15 പ്ലസ് 2.336 J ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്തത്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാൽക്കുലേറ്ററിൽ പ്രോപ്പറായിട്ട് ബ്രാക്കറ്റ്സ് ഇൻസേർട്ട് ചെയ്ത് മാത്രമേ ഇത് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ആൻസർ തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് സോൾവ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്ററിൻ്റെ വീഡിയോയുടെ ഒരു സെഷൻ എങ്ങനെ നിങ്ങൾക്ക് വൈസ് ആയിട്ടൊരു കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റുകളിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് നോർട്ടൺസ് റെസിസ്റ്റൻസിലേക്ക് വരാം. നോർട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് AB പോയിൻറ്റ്സിന് അക്രോസ് വരുന്ന റെസിസ്റ്റൻസ് ആണ്. സോ AB പോയിൻറ്റ്സിന് അക്രോസ് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്യുക. അപ്പോൾ ഇതിവിടെ ഷോർട്ടായിട്ട് വന്നു, റൈറ്റ്, ഇതേ കണക്ക് ഇവിടെ ഒരു ഷോർട്ട് വന്നു, ഇവിടെ ഇതേ കണക്കൊരു ഷോർട്ട് വന്നു. ഇനി AB പോയിൻറ്റുകളിൽ നിന്ന് നോക്കുന്നതാണ്, റൈറ്റ്, ഈ 2 പോയിൻറ്റുകളിൽ നിന്ന് നോക്കുന്നതാണ്. സോ അത് നോക്കുമ്പോൾ 5 പാരലൽ J2, റൈറ്റ്, 5 പാരലൽ J2 പ്ലസ് 4 പാരലൽ മൈനസ് ജെ. അതാണ് നോർട്ടൺസ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സോ ആ നോർട്ടൺസ് റെസിസ്റ്റൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.9246 പ്ലസ് 0.782 J ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതിൻ്റെ ഇക്വലൻറ്റ് ഫിഗറും കൂടെ വരച്ചാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് വരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നോർട്ടൺസ് കറണ്ട് ഇവിടെ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ 3.15 പ്ലസ് 2.336 J. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതേ കണക്ക് വന്നു. നെക്സ്റ്റ് നോർട്ടൺസ് ഇമ്പിഡൻസ് ആയിരുന്നു, അത് ZN അല്ലെങ്കിൽ RN ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. ZN ഇവിടെ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. ZN തന്നെയാണ് ഇവിടെ RN ആയിട്ടും വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിറ്റർമൈൻ ദ മാക്സിമം പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ഇൻ ദ സർക്യൂട്ട് എന്നാണ്. എഗെയിൻ ഇത് നോക്കുക, 14 മാർക്കിൻ്റെ 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സോ ഇതാണ് ഞാൻ ഇതിൻ്റെ ഇനീഷ്യൽ പാർട്ടിൽ പറഞ്ഞത്, തെവനിൻസ് തിയറത്തിൻ്റെയോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെയോ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നമുക്ക് നെറ്റ്വർക്ക് തിയറിയുടെ, പ്രത്യേകിച്ച് ഈ മോഡ്യൂൾ 2ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. എഗെയിൻ ഇവിടെ ഈ 14 മാർക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് ആണ് വന്നിരിക്കുന്നത്. ഇൻഡക്റ്റൻസ് ആണെങ്കിലും സിമിലർലി കപ്പാസിറ്റൻസും ഉള്ളതുകൊണ്ടാണ്. സോ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം. സോ ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് മാക്സിമം പവർ ഡെലിവേർഡ് ടു ദ ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. എഗെയിൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തെവനിൻസ്
വോൾട്ടേജും തെവനിൻസ് ഇമ്പിഡൻസുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എഗെയിൻ നേരത്തെ ചെയ്ത പ്രോബ്ലമായിട്ട് സിമിലറായിട്ടാണ് ഇതും ഞാൻ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. വളരെ എളുപ്പം നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷന് മാത്രം തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇതിനെ VTH1 ആൻഡ് RTH1 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനുമാണ് പോകുന്നത്. സോ VTH1 നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. VTH1 വേറെ ഒന്നുമല്ല, ഇവിടെ കൂടെ പോകുന്ന കറണ്ട് 50 ആംപിയർ ആയിട്ട് തന്നിട്ടുണ്ട്. 50 ആംപിയർ ഇൻറ്റു -J10 ചെയ്താൽ മതി. സോ VTH1 ഈക്വൽ ടു 50 ഇൻറ്റു J10, സോ -500J, റൈറ്റ്? -500J ആംപിയർ ആണ് VTH1 ആയിട്ട് വരുന്നത്. സിമിലർലി RTH1 ഈക്വൽ ടു, നോക്കുക, ഈ പറയുന്ന 50 ആംഗിൾ 0-നെ കില്ല് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുമ്പോൾ കറണ്ട് സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇൻഎഫക്റ്റീവ് -J10 മാത്രമായിരിക്കും സർക്യൂട്ടിൽ വരുന്നത്, റൈറ്റ്? ഈ ആമിൽ, അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം 2 പാരലൽ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പാരലൽ ബ്രാഞ്ചിലാണ് 50 ആംഗിൾ 0 ഡിഗ്രി 10J15 ഉണ്ടായിരുന്നത്. 50 ആംഗിൾ 0 ആംപിയറിനെ ഈ പറയുന്ന നോർട്ടൺസ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തെവനിൻസ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രോയ് ചെയ്തപ്പം ഇത് ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ 10ഉം J15ഉം ആക്ച്വലി സർക്യൂട്ടിൽ ഇല്ലാത്ത പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻ എഫക്റ്റ് -J10 മാത്രമായിട്ടായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ടൊന്ന് ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്യാം. സോ ഫസ്റ്റ് ഈ പറയുന്ന ഇപ്പോൾ കിട്ടിയിരിക്കുന്ന VTH1 അത് -J500, നെക്സ്റ്റ് RTH1 അത് -J10, അത് കഴിഞ്ഞ് 5 ഓം വന്നു, നെക്സ്റ്റ് -J6, നെക്സ്റ്റ് 3 ഓം, അത് കഴിഞ്ഞിട്ട് 4J. സോ ഇപ്പോൾ ഈ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്ത ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ VTH ഫൈനൽ തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് -J500 ഇൻറ്റു ഈ ഇമ്പിഡൻസ് 3 + 4J ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്, ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ ഇമ്പിഡൻസ്, അതായത് 5 + 3 8, -J10 -J6 -16J + 4J. സോ അതുകൊണ്ട് -12J. സോ തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എനിക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് 173.34 ആംഗിൾ 19.44 ഡിഗ്രി എന്നാണ്. ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തെവനിൻ വോൾട്ടേജ് ഇതുപോലെ കോംപ്ലക്സ് സർക്യൂട്ട്സ് വരുമ്പം 6 ആംഗിൾ തീറ്റ ഫോമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അത് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് എത്തുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് തെവനിൻസ് റെസിസ്റ്റൻസ്, ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് 3 + 4J പാരലൽ വിത്ത് 5, നെക്സ്റ്റ് -J6 -J10, സോ -J16. ഇത് എഗെയിൻ സോൾവ് ചെയ്തപ്പം എനിക്ക് ഒബ്റ്റെയിൻ ചെയ്ത് 4.52 + 1.382J എന്നാണ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. സോ എഗെയിൻ ഇത് ഓർത്തിരിക്കുക, ഇവിടെ തെവനിൻ ഇമ്പിഡൻസ് എടുക്കുമ്പം A+IB ഫോമിലും തെവനിൻ വോൾട്ടേജ് ആണെങ്കിൽ 6 ആംഗിൾ തീറ്റ ഫോമിലും പ്രത്യേകം നോട്ട് ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് Pmax ഈക്വൽ ടു തെവനിൻ വോൾട്ടേജ് സ്ക്വയർ V²TH, അതിൻ്റെ മോഡുലസ് ആണ്. ആ മോഡുലസ് ഇപ്പം ഈ 173.34 സ്ക്വയർ ആയിട്ടാണ് വരുന്നത്, ഡിവൈഡ് ബൈ 4 ഇൻറ്റു തെവനിൻസ് റെസിസ്റ്റൻസ് 4 ഇൻറ്റു RTH. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 173.34 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു തെവനിൻ റെസിസ്റ്റൻസ്, അതായത് ഈ 4.52, 4 ഇൻറ്റു 4.52, അതായത് റിയൽ പാർട്ട് ഓഫ് ദി ഇമ്പിഡൻസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം കോംപ്ലക്സ് ആയിട്ട് വരുന്ന പാർട്ട് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. സോഴ്സ് പോർഷനിലും സിമിലർലി ലോഡ് പോർഷനിലുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. നമ്മൾ അതിൽ ഫസ്റ്റ് പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പം ചെക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 1661.87 വാട്ടായിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്തത്. നോക്കുക, ഇത് 14 മാർക്സിൻ്റെ essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പം നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റി. അതിന് കാരണം വേറൊന്നുമില്ല, ഞാൻ ഈ ഒരു പോർഷനിൽ തെവനിൻസ് റെസിസ്റ്റൻസും തെവനിൻസ് വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവരിത് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് ലൂപ്പ് ഇക്വേഷൻസ് എഴുതിയിട്ടാകാം. അപ്പോൾ ലൂപ്പ് ഇക്വേഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ക്രാമേഴ്സ് റൂളും ഒക്കെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. എനിവേ നമുക്ക് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഇതുപോലൊരു കോംപ്ലക്സ് സർക്യൂട്ട്സ് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അതിനെ 1, 2, 3 തവണ ചിലപ്പോൾ തെവനിൻസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് ഈ പ്രോബ്ലത്തിൽ കണ്ട കണക്ക് നമുക്ക് സോൾവ് ചെയ്ത് മാറ്റാൻ പറ്റും. സോ ഇത്രയും പ്രോബ്ലംസാണ്
കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നെറ്റ്വർക്ക് തിയറിയുടെ മോഡ്യൂൾ 2 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളത്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ഓക്കെ, താങ്ക് യു.